സുഹൃത്തുക്കളെ, സഖാക്കളെ, ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഏകദേശം 2016 നമ്മുടെ കാരണഭൂതന്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഒരാളാണ് ഈ കുവൈറ്റ് ചാണ്ടി എന്നറിയപ്പെടുന്ന തോമസ് ചാണ്ടി. അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം വലിയ കോടീശ്വരനാണ്. അദ്ദേഹം കുവൈറ്റ് ചാണ്ടി എന്ന പേര് വന്നത് തന്നെ അദ്ദേഹത്തിന് കുവൈറ്റിലൊക്കെ വലിയ ബിസിനസ്സുകളുള്ള ഒരു പ്രവാസി പ്രമുഖനാണ്. അങ്ങനെ വന്ന് ഇദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് അസുഖം വന്നപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വിദേശത്ത് പോയപ്പോൾ 90 ലക്ഷത്തോളം രൂപ സംസ്ഥാന ഖജനാവിൽ നിന്നാണ് ചെലവഴിച്ചത്. ഞാൻ പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും സർക്കാർ എന്തെങ്കിലും തരുന്നുണ്ടോ? പാരസിറ്റാമോൾ മേടിക്കണമെങ്കിൽ പൈസ കൊടുക്കണം, അതിന് ടാക്സ് മേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടാക്സ് എല്ലാവരും പിടിക്കുന്നുണ്ട്. ഈ മരുന്നിന് ടാക്സ് എന്നുള്ള സംവിധാനം എങ്കിലും ഒഴിവാക്കണ്ടേ? അങ്ങനെ ടാക്സ് മേടിച്ചിട്ട് നിൽക്കുന്നത്. എന്നിട്ടാണ് ഇവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും പൈസ ഇല്ലാത്ത ഒരാൾ പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും MLA യോ മന്ത്രിയോ ഒക്കെ പിന്നെ വേണമെങ്കിൽ അവരുടെ ചികിത്സ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം എന്ന രീതിയിൽ സർക്കാരിൽ നിന്ന് പൈസ ചെലവഴിക്കുന്നത് പോട്ടെ നോക്കാം. പക്ഷെ അതുപോലെ ഇവിടുത്തെ സാധാരണക്കാരനായ ആളുകൾക്ക് കൂടി ലഭ്യമാക്കണം എന്ന അഭിപ്രായക്കാരനാണ്. അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. പല രാജ്യങ്ങളിലും അങ്ങനെ നടക്കുന്നത്. അതിന്റെ അപ്രായോഗികതകളെ കുറിച്ചൊക്കെ എനിക്ക് ബോധ്യമുണ്ട്. അപ്പൊ എന്തായിരുന്നാലും ഇയാൾ ഇത്രയും കോടീശ്വരനായ ഇയാള് ഈ ജനങ്ങളുടെ പൈസ എടുത്ത് പോയി ചികിത്സിച്ചുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ആ ചികിത്സ ഏറ്റില്ല. അദ്ദേഹം മരിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ സഹോദരന് കുട്ടനാട് നിന്ന് MLA ആണ് ഇപ്പോൾ. പറഞ്ഞു വരുന്നത് ഇപ്പോൾ കാരണഭൂതന്റെ പോക്ക്. കാരണഭൂതം പോയതിനെ കുറിച്ച് AK ബാലൻ പറഞ്ഞതാണ് ഏറ്റവും ഡെസ്സായിട്ടുള്ള കാര്യം. AK ബാലൻ ഒന്ന് പറഞ്ഞത് ദൈവം പോലും 6 ദിവസം പണിയെടുത്ത് വന്നിട്ട് ഒരു ദിവസം ലീവ് എടുത്തു എന്നാണ് പറഞ്ഞത്. എന്നാണ് ഇവരൊക്കെ ഈ ദൈവസങ്കല്പത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. നിരീശ്വരവാദികളാണ്, എത്തിസ്റ്റുകളാണ്, കമ്മ്യൂണിസ്റ്റുകാരെന്നാണ് പറയാറുള്ളത്. മാർക്സിസം എ മാർക്സിസ്റ്റ് ഷുഡ് ബി ആൻ കമ്മ്യൂണിസ്റ്റ്, എ കമ്മ്യൂണിസ്റ്റ് ഷുഡ് ബി ആൻ മെറ്റീരിയലിസ്റ്റ് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെക്കുറിച്ച് ഇവരൊക്കെ വല്ലാതെ ക്ലാസ് എടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ബാലസഖാവിന്റെ ക്ലാസ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ പണ്ട് നമ്മളെ നായനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് പത്രക്കാരോട് സംസാരിച്ച സമയത്ത് ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം കാണുന്ന ഒരാൾ മുകളിലുണ്ട് എന്ന ബോധ്യം വേണമെന്നുള്ളത്. അപ്പോൾ ഇവർ ഒരു വശത്ത് ഈ മതപരമായ ചടങ്ങുകളൊന്നും പാലിക്കുന്നില്ല, ഞങ്ങൾ ഭയങ്കര നിരീശ്വരവാദികളാണെന്നൊക്കെ പറയുമ്പോഴും ഇവരെ ഉള്ളിൽ എന്നിരുന്ന് ദൈവമേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ ദൈവത്തിന്റെ ഈ കൂട്ടുപിടിച്ചിട്ട് ഇതിനെ ന്യായീകരിക്കാൻ നോക്കിയത്. മാത്രമല്ല KR ഗൗരമ്മ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്പലത്തിലൊന്നും പോകാറുണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ എപ്പോഴും കൃഷ്ണ കൊണ്ടുനടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവർ അമ്പലത്തിൽ പോകാനും ശബരിമലയ്ക്ക് പോകാനൊന്നും ഇവർക്ക് പറ്റില്ല, ഇവരെ സമ്മതിക്കില്ല. അതേസമയം മറ്റു മതത്തിൽപ്പെട്ടവരാണെങ്കിൽ, ക്രിസ്ത്യൻ മതത്തിലോ മുസ്ലിം മതത്തിൽപ്പെട്ടവരാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ വേളാങ്കണ്ണി പോകാം, അവർക്ക് വേണമെങ്കിൽ ഉമ്രയ്ക്ക് പോകാം. ഇപ്പം നമ്മൾ TKMSക്ക് ഉമ്രയ്ക്ക് പോയിട്ടുണ്ട്, ഹജ്ജിന് പോയിട്ടുണ്ടൊക്കെ ഉണ്ട്. ഈ ഹിന്ദു മതത്തിൽപ്പെട്ട പാർട്ടിക്കാർക്ക് പ്രത്യേക നിയമമാണ്. അങ്ങനെയാണ്. ശബരിമലയ്ക്ക് പോയതിന് വരെ സ്വാമിമാരായതിന് വരെ നടപടിയെടുക്കപ്പെട്ട ആൾക്കാരുണ്ട്. എൻ്റെ നാട്ടിലൊക്കെ നടന്നിരുന്നു കേട്ടോ. നടപടിക്കൊന്നും പോയിട്ടില്ല. കാരണം വിശ്വാസത്തിന്റെ പേരിൽ വേർകൃത്യം പാടില്ല. പോട്ടെ, AK ബാലന്റെ ആ ന്യായീകരണം അവിടെ പോട്ടെ. ഇദ്ദേഹം ചികിത്സയ്ക്ക് പോയതിനെ കുറിച്ച് പറഞ്ഞപ്പം AK ബാലൻ പറഞ്ഞ ഒരു വസ്തുതയുണ്ട്. AK ബാലൻ പറഞ്ഞത് മാസം 1.25 ലക്ഷത്തോളം രൂപ മുഖ്യമന്ത്രിക്ക് വരുമാനമുണ്ട്. ഈ 1.25 ലക്ഷത്തോളം രൂപ വരുമാനം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് വിദേശയാത്ര പോയിക്കൂടാ? ഞാൻ പറയട്ടെ, ഇദ്ദേഹത്തിന്റെ 1.25 ലക്ഷത്തോളം രൂപ വരുമാനം ഉണ്ടെങ്കിൽ അത് മുഴുവൻ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഇവരെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാൽ ചായ കൊടുക്കുന്നത് വരെ പൊതുജനങ്ങളുടെ പൈസയ്ക്കാണ്, വണ്ടിക്ക് എണ്ണ അടിക്കുന്നത് പൊതുജനങ്ങളുടെ പൈസയ്ക്കാണ്, താമസിക്കുന്ന വീടിന് റെന്റില്ല, കറണ്ട് ബില്ല് അടയ്ക്കുന്നത് ജനങ്ങളുടെ പൈസയ്ക്കാണ്, ഇവർക്ക് സ്റ്റാഫ്, ബാക്കിയുള്ള സൗകര്യങ്ങൾ, ഇവരുടെ ആഭ്യന്തര യാത്രകൾ എല്ലാം, ഔദ്യോഗികമായിട്ടുള്ള വിദേശയാത്രകൾ പോലും അതെല്ലാം ജനങ്ങളുടെ പൈസയ്ക്കാണ്. എന്നിട്ട് ഈ പൈസ സേവ് ചെയ്യാനും മാത്രം ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടല്ലോ, ഈ 1.25 ലക്ഷം രൂപ മാസം കിട്ടുന്നതിന് സേവ് ചെയ്തിട്ട് വിദേശയാത്ര പോകാൻ മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും പൈസ എനിക്ക് വേണ്ട. കാരണം നാട്ടിൽ പാവപ്പെട്ടവന്റെ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടില്ല, അവൻ അരി വാങ്ങാനുള്ള പൈസ കൊടുക്കുന്നില്ല, അവരെ എല്ലാം ബുദ്ധിമുട്ടിക്കുകയാണ്. സർക്കാർ ജീവനക്കാരോട് മുണ്ടുമുറുക്കി കൊടുക്കാൻ പറയുന്നു. ഇതേപോലെയൊക്കെ ചെയ്തിട്ട് ഇവർക്ക് ഈ പൈസയിൽ നിന്ന് ഇത്രയും സേവിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും പൈസ ആവശ്യമില്ലാന്ന് തീരുമാനിക്കേണ്ടവരെ. 1.25 ലക്ഷം രൂപ വേണ്ട, ഈ സൗകര്യങ്ങളെല്ലാം ഫെസിലിറ്റീസ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, പിന്നെ ഈ പൈസ ഞങ്ങളിങ്ങനെ ബാങ്കിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ അതിന് ഇടയ്ക്ക് എന്താ പറയുക, ആഗോളയാത്ര പോകാനാണ്, ടൂറ് പോകാനാണെന്നുള്ളത്. ഇവിടെ മലപ്പുറത്തുനിന്ന് പോയിട്ട് അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് പോയിട്ട് AKG സെന്റർ കാണാത്ത സഖാക്കളുണ്ടെന്നേ. അവരുടെയും കൂടി പൈസയും അവരുടെ അടുത്ത് ലെവിയും കൂടി മേടിച്ചിട്ടാണ് ഈ പാർട്ടിയൊക്കെ പോണത്. അതാലോചിക്കണം. AKG സെന്ററിൽ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഈ പാർട്ടിക്ക് വേണ്ടി മരിച്ച് പണിയെടുക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അവർ പൊട്ടന്മാരാണെന്ന് ഞാൻ പറയും. ഇവര് ലെനിൻഗ്രേഡ് കാണാൻ പോകുന്നു, ഇവര് മോസ്കോയിൽ പോകുന്നു, ഇവര് യുകോയിൽ പോകുന്നു, മാക്സിന്റെ കുടീരം കാണാൻ പോകുന്നു. അവിടെ പോയിട്ട് ഈ നിരീശ്വരവാദികളായ ആൾക്കാർ അവിടെ സമൂഹ പ്രാർത്ഥന നടത്തുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ത് വിവരക്കേടാണ് ഇവർ കാണിക്കുന്നത്?
ഇത്രയും പൈസ എന്നാൽ ഇത്രയും പൈസ ഉള്ളതാ. ഇയാളെ മക്കൾക്ക് നല്ല പൈസ ഉണ്ടല്ലോ, കോടീശ്വരന്മാരാണല്ലോ. മാസപ്പടി മാത്രം കിട്ടിയത് 1.25 കോടിയല്ലേ. നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ നാട്ടുകാർ പൈസയ്ക്ക് ചികിത്സിക്കുക. ഒരു നാണം വേണ്ടേ ഇവർക്ക്? പൈസ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ആയിക്കോട്ടെ, വിദേശ ചികിത്സയ്ക്ക് പോട്ടെ, സർക്കാർ ഏറ്റെടുക്കട്ടെ, ഞാൻ ഒരു കുറ്റവും പറയണില്ല. പൈസ ഉള്ളവൻ അവർ സ്വന്തം കയ്യിൽ നിന്ന് എടുക്കണം. അവർ സേവ് ചെയ്യുക, ബാക്കിയുള്ളവരെ ജീവിതം ഏറ്റവും വലിയ ദുരിതത്തിലേക്ക് തള്ളിയിട്ടിട്ട്. ഇതിനകത്തൊരു ഉത്തരവാദിത്വ ബോധമില്ല. കമ്മ്യൂണിസ്റ്റുകാർ, ബാക്കിയുള്ളവർ പോട്ടെ, കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നവരെങ്കിൽ ഇതിനകത്തൊരു മാതൃകയാവേണ്ടതുണ്ട്. ഇവിടെ പലരും ജീവിച്ചിരുന്നിട്ടുണ്ട്. EMS ജീവിച്ചിട്ടുണ്ട്. മണിക് സർക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും എളിമയുടെയും ഒക്കെ പിന്നെ പ്രതീകങ്ങളായിട്ട് അവരൊക്കെ നിന്നിട്ടുള്ളത്. അതിനിടയിലാണ് ഇയാൾ ഈ തോന്നിയാസം കാണിക്കുന്നത്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ബാലസഖാവ് വന്നതും ബാലസഖാവ് പറഞ്ഞത് മുഴുവൻ ശുദ്ധ വിട്ടിത്തരായിപ്പോയി. കാരണം ഇത്രയും പൈസ ഇയാൾക്ക് സേവിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾ എന്തിനെ ചികിത്സയ്ക്ക് പോയപ്പോൾ ആ സേവിങ്സ് എടുത്തു പോയിക്കൂടെ? ഈ നാട്ടിലെ ആൾക്കാർ പട്ടിണിയിലാണ്. ഈ നാട്ടിലെ ആൾക്കാർക്ക് ചികിത്സിക്കാൻ പൈസ ഇല്ലാത്തവരുണ്ട്. നമ്മുടെ നാട്ടിൽ എത്രയോ പേരുണ്ട്. ഒരു പിന്നെ ക്യാൻസർ വന്നാൽ RCCയിൽ കീമോയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അതിന് യാത്രാ ചെലവിന് പോലും. എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വേണ്ട, ഇവരൊക്കെ ജീവിതത്തിൽ ഒരു രക്തദാനം നടത്തിയിട്ടുണ്ടാവും. നമ്മളൊക്കെ എന്നെ കേട്ടിരിക്കുന്നവരും പിന്നെ ഞാനും ഉൾപ്പെടെയുള്ള നമ്മുടെ ഈ പൊതുസമൂഹത്തിനകത്ത് നമ്മളൊക്കെ എത്ര പ്രാവശ്യം ജീവിതത്തിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ജീവിതത്തിൽ ഇവരൊരു തുള്ളി ചോര ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇവരൊക്കെ ജീവിതത്തിൽ ഇവരുടെ ബന്ധുക്കളുടെ അല്ലാതെ വേറെ ആരെങ്കിലും ഏതെങ്കിലും സുഹൃത്തുക്കളുടെയോ ബാക്കിയുള്ളവരുടെയോ നാട്ടുകാരുടെയോ കൂടെ ആശുപത്രിയിലോ ബൈസ്റ്റാൻഡറായിട്ട് പോയി നിന്നിട്ടുണ്ടാവുമോ? ഞാനൊക്കെ പല പ്രാവശ്യം പോയി നിന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട്, എന്റെ ബന്ധുക്കളെന്നല്ലാതെ. ബന്ധുക്കളത് പിന്നെ അതൊരു ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാ. മറ്റേത് നമ്മളുടെ ഒരു മൂല്യബോധത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാ. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതിന്റെ ആലോചിക്കുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെ നിങ്ങളിലും പലരും ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴൊക്കെ ഞാൻ ഇപ്പോൾ 2023 എനിക്ക് സർജറി ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ബൈസ്റ്റാൻഡറായിട്ട് എൻ്റെ പെങ്ങളോട് എന്നെ വിളിച്ച് പറഞ്ഞു, പിന്നെ നിങ്ങൾ നിൽക്കണ്ട, പിന്നെ ആദ്യത്തെ ദിവസം ഞാൻ വന്ന് നിൽക്കാം എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് NS കോളേജിലെ പഴയ മഞ്ചേരി NS കോളേജിലെ പഴയ ഫൈനാൻസ് സെക്രട്ടറിയാണ്. KSTന്റെ പഴയ മലപ്പുറം ജില്ലാ സെക്രട്ടറി തോമസ് മാസ്റ്റർ മകൻ സുഭാഷ വന്നു നിന്നത്. 2008 എനിക്കൊരു ആക്സിഡന്റ് പറ്റിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എൻ്റെ കൂടെ വന്ന് നിന്നിട്ടുള്ളത് സലാം നിന്നിട്ടുണ്ട്, മാനു വന്നിട്ടുണ്ട്, മനോജ് ചോലയിൽ മനോജ് വന്ന് നിന്നിട്ടുണ്ട്. ഇവരൊക്കെ മാറി മാറി ഓരോ ദിവസം രാത്രികളിൽ പലപ്പോഴും നിന്നിട്ടുണ്ട്. നമ്മളെ കാലിന് നല്ല പരിക്കായിരുന്നു. നമ്മളെ പിന്നെ വാഷ്റൂമിൽ കൊണ്ടുപോകുന്നതും നമ്മളെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നതും നമ്മളെ സ്കാനിങ്ങിനോ അല്ലെങ്കിൽ എക്സ്റേ എടുക്കാനൊക്കെ കൊണ്ടുപോകുന്നൊക്കെ ഇവരാ. എത്ര പേര് 2020 ഞാൻ ഒരു ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് വയനാട് ബത്തേരിയിലെ സ്ഥലത്ത് പോയപ്പോൾ ആദ്യ ദിവസം ബൈസ്റ്റാൻഡറായിട്ട് വന്ന് നിൽക്കുന്നത് ഇടക്കര ഉള്ളൊരു പ്രതിഭേട്ടനാണ്. പ്രതിഭേട്ടന്റെ സഹോദരി അവിടെ ഞങ്ങളുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു, ചുങ്കത്തറ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു, ഓമന ടീച്ചർ. ഇങ്ങനെയൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കുന്നത്. ഇവരൊക്കെ ആർക്ക് വേണ്ടി എന്ത് കുന്തം ചെയ്തെന്നാ പറയണേ? സുഖിച്ച് ജീവിക്കുക എന്നല്ലാതെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ. പിന്നെ ഈ നാടിന്റെ ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ല, ഏതെങ്കിലും ഒരുത്തൻ 5 വർഷം MLA, 5 വർഷം മന്ത്രിയോ 5 വർഷം MP ആയി കഴിഞ്ഞാൽ ഇവനൊക്കെ ചാവുന്നിടം വരെ ഈ നാടിന് ശാപാ. കാരണം ഇവന് മരണം വരെ പെൻഷനാ. പിന്നെ എന്നാൽ ഈ 5 വർഷം കഴിയുമ്പോൾ വീണ്ടും മത്സരിച്ചിട്ട് പരാജയപ്പെടുകയാണെങ്കിലോ അല്ലെങ്കിൽ പാർലമെന്റ് പിന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിലോ എന്നാൽ പിന്നെ വല്ല പണിയെടുത്ത് ജീവിക്കാൻ നോക്കൂടെ? ഇത് കേട്ടിരിക്കുന്ന എന്റെ എത്രയോ സുഹൃത്തുക്കൾ എല്ലാവരും അവരുടെ ജോലി കഴിഞ്ഞിട്ടുള്ള പൊതുപ്രവർത്തനം നടത്തുന്നില്ലേ, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നില്ലേ? ഒരു അഭിഭാഷകനാണെന്നുണ്ടെങ്കിൽ അവന് പ്രാക്ടീസ് ചെയ്യാൻ പോയിക്കൂടെ? അതിന് കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൂടെ? ഇനി അതല്ല ഫുൾ ടൈമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരെ പാർട്ടി ഏറ്റെടുക്കണം. ഇത് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. നമ്മുടെ രാഷ്ട്രീയ സംവിധാനം നമുക്ക് തച്ചുടയ്ക്കണം. ബാക്കിയുള്ള മനുഷ്യന്മാർക്കൊക്കെ പെൻഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 58 വയസ്സ് വരെയൊക്കെ ഇരിക്കണം, ജോലി ചെയ്യണം, അല്ലെങ്കിൽ 55 വയസ്സ് വരെ ജോലി ചെയ്യണം, അല്ലെങ്കിൽ 60 വയസ്സ് വരെ ജോലി ചെയ്യണം. അത് കഴിഞ്ഞിട്ടേ കിട്ടുന്നുള്ളൂ. അപ്പോഴാണ് ഇവർക്ക് 5 വർഷം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഇതിനൊക്കെ തീറ്റിപ്പോറ്റണം, ചാവുന്നടം വരെ. എന്തായിരുന്നാലും ഇയാളൊക്കെ ചെയ്യുന്നത് ഈ സമൂഹത്തോട് ചെയ്യുന്നത് വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു മനുഷ്യത്വമില്ലാത്ത, ഒരു കമ്മ്യൂണിസ്റ്റ് ബോധമില്ലാത്ത രീതിയിലുള്ള പ്രവൃത്തികളാണെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെയൊക്കെ ഇനിയെങ്കിലും ഇവരൊക്കെ ചെയ്യേണ്ടത്, ഇവര് ഈ അവനവന്റെ കൈക്ക് പൈസ ഇല്ലാത്തവന് പോട്ടെ, കോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാർ ഇവിടെ സാധാരണക്കാരന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയിട്ട് അതിന് ചികിത്സയ്ക്ക് പോവുക. എന്നിട്ട് ഇവനൊക്കെ നല്ല സുഖമായിട്ട് ആരോഗ്യമായിട്ട് ജീവിക്കുക. ഇവിടെ ഒരു കിഡ്നി പേഷ്യന്റ് ഉണ്ടെങ്കിൽ ചികിത്സിക്കാൻ നമ്മൾ എത്രയോ ബുദ്ധിമുട്ടുന്നു. നമ്മൾ പിന്നെ ഒരു ചികിത്സാ സഹായ സമിതി ഉണ്ടാക്കുന്നു, നാട്ടുകാരിൽ നിന്ന് പിരിവെടുക്കുന്നു, ബിരിയാണി ചലഞ്ച് നടത്തുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നടത്തുന്നു. നമ്മുടെ നാട്ടിൽ എത്രയോ മനുഷ്യരുണ്ട് മര്യാദയ്ക്ക് ചികിത്സിക്കാൻ, ചെറിയ അസുഖങ്ങൾ വന്നിട്ട് പോലും ചികിത്സിക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ മക്കളുടെ ചികിത്സ നടത്താൻ പറ്റാത്തതിന്റെ പേരിൽ മക്കളെ കൂടി
കൊന്ന് ആത്മഹത്യ ചെയ്യുന്ന മാതാപിതാക്കളുള്ള നാടാണിത്. ആ നാട്ടിൽ നിന്നിട്ടാണ് ഇവർ തോന്നിയാസം കാണിക്കുന്നത്. മനുഷ്യത്വം എന്ന് പറയണതില്ലാത്തവർ. എന്ത് കമ്മ്യൂണിസം? പുഷ്പനെ അറിയാമോ എന്ന് പറഞ്ഞ് പാട്ട് പാടിയിട്ടൊന്നും കാര്യമില്ല. പുഷ്പം പാവം, ഇവരുടെ ഏരിയ, ഇവരുടെ രാഷ്ട്രീയത്തിന്റെ ഏരിയ, ഇവരുടെ രാഷ്ട്രീയ നെറികേടുകളുടെ ഏരിയ. എന്നിട്ട് പുഷ്പനെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ ആളുമായിട്ട് അവസാനം സന്ധി ചെയ്യുകയും ചെയ്തു. കുറെ കാലമായിട്ട് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അതിനിടയിലാണ് പിന്നെ ബാലന്റെ ഒരുമാതിരി തൊലിഞ്ഞ ന്യായീകരണം കൊണ്ടുവന്നത്. അപ്പൊ പിന്നെ അതിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ എന്ന് തോന്നി. ഇന്നലെ പറയണമെന്ന് കരുതിയ, ഇന്നലെ സുഖമില്ലാതിരുന്നോണ്ട് എന്നല്ല ഞാൻ പറയാതിരുന്നത് തന്നെ. അപ്പൊ എന്തായിരുന്നാലും ഈ സന്തോഷ് ജോർജ് കുളങ്ങരക്കാരനെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ സൈക്കിളിൽ വരുന്നത് പ്രസിഡന്റ് ആയിരിക്കും. അയാൾ ലോകം മുഴുവൻ കണ്ട മനുഷ്യനാണ്. ചിലപ്പോൾ വരുമ്പോൾ സൈക്കിളിലായിരിക്കും, നമ്മൾ വിഷ് ചെയ്ത് പോകും. അത് കഴിയുമ്പോൾ വേറെ ആരെങ്കിലും പറയണത് ഞങ്ങളുടെ പ്രസിഡന്റാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ മിനിസ്റ്ററാണെന്ന് പറയാം. പിന്നെ അമേരിക്കൻ പ്രസിഡന്റിനൊക്കെ വലിയ സുരക്ഷ ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ആളുകളിലൊന്നാണ്. അല്ലെങ്കിൽ പുട്ടിന് സുരക്ഷ ആവശ്യമുണ്ട്. ഇവിടെ സന്തോഷ് ജോർജ് കുളങ്ങരക്കാരനെ പറഞ്ഞൊരു വർത്താനുണ്ട്. അവരെയൊക്കെ ആരെങ്കിലും കൊല്ലാൻ കാത്തിരിക്കുന്നത്, ഇതൊരു പട്ടിക്കും വേണ്ടാത്ത ഇവനൊക്കെ എന്തിനാ വലിയ ഇത്രയും കാറും ഇത്രയും അകമ്പടിയായിട്ട് പോണേന്നല്ലേ? അതന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. ഇമ്മാതിരി പട്ടികൾക്കൊക്കെ ഉള്ള ഓരോന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവേണ്ട കാര്യമില്ല. അവർ സ്വയം തീരുമാനിക്കണം. 1 രൂപ ഓണറേറിയം മേടിച്ച് പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും തലപ്പത്തിരുന്ന പല ആൾക്കാരെയും ചരിത്രം നമുക്കറിയാം. പല അക്കാദമികളുടെ തലപ്പത്തിരുന്നവർ 1 രൂപ ഓണറേറിയം. അത് ഒരു മാനുഷിക ബോധത്തിന്റെ ഭാഗമാണ്. ഇവർക്ക് ആവശ്യത്തിൽ കൂടുതൽ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ ഇത്രയും പൈസ വേണ്ടെന്ന് തന്നെയാണ് പറയേണ്ടത്. 1.25 ലക്ഷം രൂപയിൽ നിന്ന് ഇത്രയും സേവ് ചെയ്ത് വിദേശയാത്രയ്ക്ക് പോകാനുണ്ട് എന്ന് പറഞ്ഞ ബാലൻ പറഞ്ഞത് ശരിയാണെങ്കിൽ അത്രയും പൈസ ഞങ്ങൾക്ക് ആവശ്യമില്ല. ആ പൈസയിൽ നിന്ന് 10 പേരുടെങ്കിലും ക്ഷേമ പെൻഷൻ കൊടുത്തൂടെ? അപ്പോൾ ഒരു വർഷം എത്ര രൂപ ഇവർക്ക് കിട്ടുന്നത്? ഈ 8 വർഷം കൊണ്ട് എത്ര രൂപ ഉണ്ടാക്കിയത്? അതിനിടയിൽ കൂടെ മക്കളുടെ മാസപ്പടി മറ്റേത് മറിച്ചത് ഉള്ള എല്ലാ അഴിമതി. അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നാലും ഈ പ്രസ്ഥാനം പോകുന്നത് അപകടത്തിലേക്ക് തന്നെയാണ്. ഈ പ്രസ്ഥാനം സ്വയം തിരുത്താൻ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരു കാലത്തും ഇനി തിരിച്ചു വരാൻ പറ്റാത്ത മാതിരി ബംഗാളിലെയും ത്രിപുരയുടെയും ഒക്കെ ചരിത്രം തന്നെ ആയിരിക്കും ഇവിടെ ആവർത്തിക്കുക. ഇത് സംശയമൊന്നുമില്ല. 2 വർഷം കൂടെ സമയമുണ്ട്, 2026 വരെ. ഇവർക്ക് വേണമെങ്കിൽ തിരുത്താം. തിരുത്തിയാൽ പിടിച്ചു നിൽക്കാം, ഇല്ലെങ്കിൽ നാമാവശേഷമാവും. സംശയമൊന്നും വേണ്ട. ഓക്കെ.